കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വെന്റ് ടോക്സിലെ 5-ാം ദിവസം ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യമാണ്. നമുക്കറിയാം ഇന്നത്തെ ഒരു വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വചനം മാംസമായി, അത് നമ്മളെ ദർശിച്ചു. അപ്പോൾ പിതാവിൻ്റെ ഏകജാതൻ്റെ സാക്ഷ്യമാണ് നമുക്കറിയാം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ വചനം എങ്ങനെയാണ് മാംസമായത്, അത് നമ്മൾ എങ്ങനെയാണ് ദർശിച്ചത്, ഈ പിതാവ് എങ്ങനെയാണ് നമ്മളോടൊപ്പം വസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കാം, വേർഡ് ബിക്കം ഫ്ലഷ്, വചനം മാംസമായി. അപ്പം നമുക്ക് മനസ്സിലാകണം, ഈ ദൈവത്തിൻ്റെ വചനം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ച ഓരോ വചനവും അത് ദൈവത്തിൽ നിന്നും എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നത് എൻ്റെ ശുദ്ധീകരണത്തിനും എൻ്റെ അനുഗ്രഹത്തിനും എൻ്റെ ജീവിതം ശക്തി പ്രാപിക്കാനും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം കടന്നു വരാൻ വേണ്ടിയാണ് ഈ ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ ദൈവത്തെ പൂർണ്ണമായി സ്വീകരിക്കുന്നത് പോലെ തന്നെ ദൈവം ഇറങ്ങി വന്ന് ഈ ഭൂമിയിലുള്ള എല്ലാം ദൈവം അനുഭവിക്കുകയാണ്. മനുഷ്യന് വിശപ്പുണ്ടാവും, അത് കർത്താവിനും വിശപ്പുണ്ട്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് സങ്കടങ്ങളുണ്ടാവും, നമ്മൾ കരയും, ദൈവവും കരയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകണം, ഈ ഭൂമിയിലെ എല്ലാ അവസ്ഥകളും കർത്താവായ യേശുമിശിഹ പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ട്. ആ അവസ്ഥകൾ മനസ്സിലാക്കിയാണ് കർത്താവ് പൂർണ്ണമായി മനുഷ്യനായി തന്നെയാണ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്. അതായത് മനുഷ്യനായ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ സ്വർഗത്തിൽ നിന്ന് അതേപടി ഇറങ്ങി വരികയും നമ്മളെ ശക്തിപ്പെടുത്തുകയും നമുക്കുണ്ടാവുന്ന എല്ലാ തരമായ സങ്കടങ്ങൾ, വിശപ്പ്, ദാഹം, ഇതെല്ലാം ദൈവം അനുഭവപ്പെടുകയും അതിനുശേഷം ദൈവം ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായി കയറി ഇറങ്ങുകയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുകയും മനുഷ്യനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മോടൊപ്പം വസിച്ചു. നമുക്ക് മനസ്സിലാകണം, നമ്മോടൊപ്പം വസിച്ചു എന്ന് പറയുമ്പോൾ ഒരു താൽക്കാലികമായ ഒരു വാസനമല്ല കർത്താവ് നമ്മുടെ ഇടയിൽ ആഗ്രഹിച്ചത്. ഒരു മനുഷ്യത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യനെ പൂർണ്ണമായി ദൈവത്തിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയാണ് കർത്താവ് കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമ്മളോടൊപ്പം ദൈവം ഏതവസ്ഥയിലും നമ്മളോടൊപ്പം വസിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷകനായി നമ്മളോടൊപ്പം ദൈവം വസിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് കൃപയിലും സത്യത്തിലുമാണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് കർത്താവ് കൃപയിലും സത്യത്തിലുമാണ്, കർത്താവ് പൂർണ്ണനാണ്, കർത്താവിൻ്റെ ആ സ്നേഹമാണ് പൂർണ്ണതയിൽ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആ സ്നേഹം പൂർണ്ണതയിലാണ്, ദൈവമാണ് യഥാർത്ഥത്തിൽ സത്യം എന്ന് കർത്താവ് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാകും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 49-ാം വാക്യത്തിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞു. അപ്പം ഈശോയ്ക്ക് ഈ പൂർണ്ണത ഉണ്ടായിരുന്നു. ഈശോ മനുഷ്യരായ നമുക്ക് നൽകി, മനുഷ്യനും ആ പൂർണ്ണതയിൽ ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ക്രിസ്മസ് കാലം നമ്മൾ മനസ്സിലാക്കുക, ദൈവം ഇറങ്ങി വരുന്നുണ്ട്, വചനം മാംസമാകുന്നുണ്ട്, അത് നമ്മളോടൊപ്പം വസിക്കുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ ഈ 5-ാം ദിവസം നമ്മളൊരു തീരുമാനം എടുക്കണം, ദൈവത്തെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.